നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ശബരിമല സ്വർണ്ണക്കൊള്ള ഉന്നയിച്ചാണ് പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ കുറിച്ചുള്ള SITയുടെ അന്വേഷണം ഏതാണ്ട് നിലച്ചിരിക്കുകയാണ്. 90 ദിവസം കഴിഞ്ഞിട്ടും പ്രാഥമിക കുറ്റപത്രം പോലും കൊടുക്കാതെ, കുറ്റപത്രം കൊടുത്തില്ല, പ്രാഥമിക കുറ്റപത്രം പോലും കൊടുക്കാതെ പ്രതികൾ ഒന്നൊന്നായി ജയിലിലിറങ്ങിയാണ്. എല്ലാം ജയിലിൽ നിന്നിറങ്ങിയാണ്. 3 പേര് ജയിലിൽ നിന്നിറങ്ങിയാണ്. അടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ജയിലിൽ നിന്നിറങ്ങുന്നത്. അതോടൊപ്പം തന്നെ CPM നേതാക്കളായ 3 പേരും ജയിലിൽ നിന്നിറങ്ങും. അപ്പൊ ഇവരെ എല്ലാവരെയും ജയിലിൽ നിന്നിറക്കാൻ അന്വേഷണം മരവിപ്പിച്ച് കുറ്റപത്രം കൊടുക്കാതെ, പ്രാഥമികമായ കുറ്റപത്രം കൊടുക്കാതെ SIT അന്വേഷണം നിലച്ചിരിക്കുന്ന ഗുരുതരമായ സാഹചര്യമാണ്. ഇതുവരെ തെളിവുകൾ പലതും കിട്ടിയിട്ടില്ല. പത്മകുമാർ എന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവിടെ തിരുത്തിയാണ് ദ്വാരപാലക ശില്പം കൊണ്ടുപോയത്. ആ തിരുത്തി അദ്ദേഹത്തിന്റെ ആ ലെറ്റർ പോലും അതിന്റെ ഫോറൻസിക് പരിശോധന നടത്തിയത് 3 ദിവസം മുമ്പാണ് നടത്താൻ വേണ്ടി പോയത്. അപ്പൊ എല്ലാം വൈകിക്കുകയാണ്. കാരണം ജാമ്യം കിട്ടിയവർ പുറത്തിറങ്ങിയാൽ പിന്നെ ഒരു തെളിവും ഉണ്ടാവില്ല. എല്ലാ തെളിവുകളും നശിപ്പിച്ച് അവസാനം ശബരിമല സ്വർണ്ണക്കൊള്ള എങ്ങും എത്താതെ അവസാനിപ്പിക്കാനുള്ള നീക്കമാണ്. അതിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധമാണ് UDF നിയമസഭയ്ക്കകത്തും പുറത്തും നടത്തുന്നത്. മന്ത്രിമാരുടെ വ്യാഖ്യാനങ്ങളെല്ലാം തെറ്റാണ്. ഏത് കോടതിയാണ് പ്രതിപക്ഷത്തെ വിമർശിച്ചത്? ശബരിമല വിഷയത്തിൽ കോടതി വിമർശിച്ചിട്ടുള്ളത് SIT ആണ്. SIT ഞങ്ങൾ പറഞ്ഞു, ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അന്വേഷണം മരവിപ്പിച്ചു. സെയിം കാര്യം കോടതി പറഞ്ഞല്ലോ. ആ ഡേറ്റ് വെച്ചിട്ട് കോടതി പറഞ്ഞല്ലോ SIT അന്വേഷണത്തിൽ മന്ദതയുണ്ടായി എന്ന് കോടതി പറഞ്ഞു. SIT അന്വേഷണം മുമ്പോട്ട് പോകാത്തത് കൊണ്ടാണ്, സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കുറ്റപത്രം കൊടുക്കാത്തത് കൊണ്ടാണ് ഇവർക്ക് എല്ലാവർക്കും കിട്ടുന്നതെന്ന് കോടതി ശക്തമായി നിരീക്ഷിച്ചല്ലോ. SIT അന്വേഷണത്തെ കോടതി തന്നെ വിമർശിച്ചല്ലോ. പിന്നെന്താണ് പ്രതിപക്ഷത്തിന് വിമർശനം? കോടതി പറഞ്ഞ കാര്യം തന്നെയാണ്, കേരള ഹൈക്കോടതി പറഞ്ഞ കാര്യം തന്നെയാണ് പ്രതിപക്ഷം പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നും വീണ്ടും വ്യവസായ മന്ത്രി, നിയമമന്ത്രി പറഞ്ഞു UDFന്റെ കാലത്തെ കുറിച്ചുള്ള അന്വേഷിച്ചോ. പക്ഷെ അന്നത്തെ കുറിച്ച് ഹൈക്കോടതി തന്നെ വിധിയുണ്ട്. ഹൈക്കോടതിയുടെ പ്രതിനിധിയായ അഡ്വക്കേറ്റ് കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് ചരിത്രപരമായി അവിടെ നടക്കുന്ന കാര്യം ആ വാഹനം കൈമാറിയത് ശരിയാണ് എന്നുള്ള കോടതി വിധി, ഹൈക്കോടതിയുടെ നിരീക്ഷണമുണ്ട്. അഡ്വക്കേറ്റ് കമ്മീഷണറെ, അതിനെല്ലാം ചുമതല വഹിച്ച അഡ്വക്കേറ്റ് കമ്മീഷണറെ കോടതി അഭിനന്ദിച്ചിട്ടുണ്ട്. ആ ജഡ്ജ്മെന്റ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഇവിടെ എന്താ പ്രശ്നം? 2019 CPM കേരളം ഭരിക്കുമ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനായിരുന്നു. അവിടെ CPMന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡിന്റെ അനുമതിയോട് കൂടിയാണ് ഈ സ്വർണ്ണക്കൊള്ള നടന്നത്. സംശയമില്ലല്ലോ. വീണ്ടും 2024 ഒന്നുകൂടി സ്വർണ്ണക്കൊള്ള നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. കോടതി എന്താ പറഞ്ഞത്? ഫേക്ക് അർജൻസി ഉണ്ടാക്കി. ഒന്നുകൂടി പോയി. അപ്പൊ 1 മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, 2 ഇപ്പോഴത്തെ മന്ത്രി വാസവൻ, അതുപോലെ ദേവസ്വം ബോർഡ് പഴയ പ്രസിഡന്റുമാര്, ഇപ്പൊ പിരിഞ്ഞുപോയ പ്രസിഡന്റ്, ഇവർക്കെല്ലാം ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട്. 3 പ്രധാനപ്പെട്ട നേതാക്കൾ സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായി ജയിലിൽ പോയിട്ടും അവർക്കെതിരായി അച്ചടക്ക നടപടി പോലും എടുക്കാത്ത പാർട്ടിയാണ് CPM. എന്താ അതിന്റെ മെസ്സേജ്? അച്ചടക്ക നടപടി എടുത്താൽ അവര് മന്ത്രിമാരടക്കമുള്ള നേതാക്കളുടെ പേര് പറയുമെന്നുള്ള ഭയമാണ്. അപ്പൊ CPMന് ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട്. മന്ത്രിമാര് നിരന്തരമായി നിയമസഭയിൽ മൈക്ക് കിട്ടുമ്പോ ശ്രീമതി സോണിയാഗാന്ധിയെയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെയും അവരെ അപമാനിക്കുകയാണ്. ഇന്ന് മന്ത്രി MP രാജേഷ് തൊഴിലുറപ്പ് നിയമത്തിലെ ഭേദഗതി വരുത്തിക്കഴിഞ്ഞതിന് ശേഷം പ്രിയങ്ക ഗാന്ധി നരേന്ദ്രമോദിയുടെ കൂടെ ചായ കുടിക്കാൻ പോയെന്ന് പറഞ്ഞു. എന്ത് വില കുറഞ്ഞ നിലവാരം കെട്ട ആരോപണമാണ്. അത് പറഞ്ഞത് ആരാണ്? രാജേഷ്. ഡൽഹിയിലൊരു മന്ത്രി ഉണ്ടായിരുന്നു, ഹിമാചലിൽ നിന്നുള്ള ഒരു മന്ത്രി, കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ. ഈ അനുരാഗ് ഠാക്കൂർ വർഗഹത്യക്ക് ആഹ്വാനം ചെയ്ത ആളാണ്. ഡൽഹി കലാപത്തിൽ വംശഹത്യക്ക് ആഹ്വാനം ചെയ്ത ആളാണ്.
അനുരാഗ് ഠാക്കൂറിനുമായിട്ട് ഞാൻ ഭയങ്കര സൗഹൃദമാണ് എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഈ എം പി രാജേഷ് ആഘോഷിച്ച പടമാണ്. വംശഹത്യയ്ക്ക് ആഹ്വാനം ചെയ്ത കേന്ദ്രമന്ത്രിയുമായി എനിക്കുള്ള സൗഹൃദത്തിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്ത ഈ മന്ത്രി നിലവാരമില്ലാതെ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി പ്രധാനമന്ത്രിയുടെ കൂടെ ചായ കുടിക്കാൻ പോയി എന്ന് പരംതാണ രീതിയിൽ ആരോപണം ഉന്നയിച്ചു. മന്ത്രി ശിവൻകുട്ടിയും മറ്റു മന്ത്രിമാരും നിരന്തരമായി ശ്രീമതി സോണിയാഗാന്ധിയെ അധിക്ഷേപിക്കുക. ശ്രീമതി സോണിയാഗാന്ധിയെയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെയും നിരന്തരമായി അധിക്ഷേപിച്ച് ബിജെപിയുടെ ഗുഡ് ബുക്കിൽ കയറാനുള്ള ശ്രമമാണ്. ബിജെപി നേതൃത്വത്തെ സന്തോഷിപ്പിക്കാനുള്ള ശ്രമമാണ്. ബിജെപി വോട്ട് കിട്ടാനുള്ള തന്ത്രമാണ്. അല്ലെങ്കിൽ അവരെന്തിനാ ഇതിനകത്തേക്ക് വലിച്ചെടുക്കണം? കേരള നിയമസഭ പോലെ വളരെ ഗൌരവതരമായ ചർച്ചകൾ നടക്കുന്ന ഒരു നിയമസഭയിൽ ശ്രീമതി സോണിയാഗാന്ധിയെയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെയും അപമാനിച്ചുകൊണ്ട് മന്ത്രിമാർ സംസാരിച്ചതിനുള്ള അതിശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. അവർക്കെതിരായിട്ട് ഞങ്ങൾ നിരന്തരമായി ഇനി പ്രചരണം നടത്തും. ഈ മന്ത്രിമാർക്കെതിരായിട്ട് അവർ നടത്തുന്നത് നിലവാരമില്ലാത്ത തരംതാണ പ്രചരണമാണ് അവർ നടത്തുന്നത്. ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യം. എന്നിട്ടാണ് അനുരാഗ് ഠാക്കൂറിന്റെ കൂടെ സൗഹൃദം ആഘോഷിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധി ചായ കുടിക്കാൻ പോയെന്ന് പറയാം. ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചേക്കണം. ഈ സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും, ഒരു സംശയമില്ല. കാരണം ശബരിമലയിലെ ധർമ്മശാസ്താവിന്റെ സ്വർണം കൊള്ള ചെയ്ത കേസാണ്. CPM അതിന് കൂട്ടുനിന്നാണ്. മന്ത്രിക്കും മുൻമന്ത്രിക്കും എല്ലാം പങ്കുണ്ട്. അത് തെളിയുന്നതുവരെ, അവരെല്ലാം അരിക്കകത്താകുന്നതുവരെ ഞങ്ങൾ ഈ സമരവുമായി മുമ്പോട്ട് പോകും. നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഞങ്ങൾ ഈ സമരം നടത്തും. അതാണ് ഞങ്ങളുടെ നിലപാട്. ഈ സമരം പ്രതിപക്ഷം പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഭരണകക്ഷി പറയുന്നത്. പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. കേരളത്തിലെ ശബരിമല സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച് ഒരു പുതിയ സാഹചര്യം ഉടലെടുത്തിരിക്കുന്നു. നേരത്തെ ഉണ്ടാക്കി വെച്ച ഒരു പ്ലാൻ, അതായത് ഇതിലുൾപ്പെട്ട പാർട്ടി നേതാക്കന്മാരെ ഒന്നും ഒരു പുറത്താക്കൽ പോലും, ഒരു അച്ചടക്ക നടപടി പോലും എടുക്കാത്തത് എന്താണ് എന്നുള്ളത് എല്ലാവർക്കും ഒരു സംശയമുണ്ട്. അതിപ്പോ മനസ്സിലായി. കാരണം പുറത്താക്കേണ്ടി വരില്ല. ഒരു 10-90 ദിവസം ഇങ്ങനെ ഉന്തിത്തള്ളി കൊണ്ടുപോയാൽ എല്ലാവരും പുറത്തിറങ്ങും. അത് കഴിഞ്ഞാൽ ഈ അന്വേഷണ സംഘത്തെ തീർച്ചയായും കേരള പോലീസാണ് നമുക്ക് നിയന്ത്രിക്കാം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതൊന്നും അല്ലാതായിക്കോളും എന്ന ഒരു പ്രീ പ്ലാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാകുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോണത്. കാരണം സ്വാഭാവിക ജാമ്യം എല്ലാവർക്കും കിട്ടിയാൽ ഇത് ചർച്ചയല്ലാതാവും, അങ്ങനെ അങ്ങ് പൊയ്ക്കോളും എന്നാണ്. ഏതാ പോണം എന്ന് പറയുന്ന കേസ് ശബരിമലയിൽ ഇവരുടെ കാലത്ത് ഇവരുടെ ആളുകൾ തലപ്പത്തിരിക്കുമ്പോൾ, വേറെ സോണിയാഗാന്ധിയും അതേപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇവര് തലപ്പത്തിരിക്കുമ്പോൾ ഉണ്ടായ ഒരു സംഭവമാണിത്. ഇതാരും അറിയില്ല എന്ന് വിചാരിച്ച് നടത്തിയ ഒരു കൊള്ളയാണ്. ആ കൊള്ള പുറത്തു വന്നു. അത് മറച്ചുവെക്കാൻ ലോകത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ശ്രദ്ധ തിരിക്കാൻ പറ്റൂല. പിന്നെ എന്താ വഴി? നിയമത്തിന്റെ പഴുതുകൾ നോക്കി ഒരു പീരീഡ് കഴിയുമ്പോൾ എല്ലാവരും പുറത്തിറങ്ങും, ചർച്ചയില്ലാതാവും, അങ്ങനെ അങ്ങ് പോകും. ഇത് ഒതുക്കി തീർക്കാനുള്ള പ്ലാനാണ്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ഇത്രയും വലിയൊരു സംഭവം ഒതുക്കി തീർക്കാനുള്ള പ്ലാനാണ്. ഇപ്പൊ പുതിയ വന്നിരിക്കുന്ന സംഭവവികാസം അതാണ്. അതിനെതിരായിട്ടാണ് ഇപ്പൊ പ്രതിപക്ഷം ഇന്ന് ഇത്ര വലിയ ബഹളം വെച്ചത്. ഈ കേസൊന്നും അല്ലാതാക്കാൻ പോവുകയാണ്, ഒതുക്കി തീർക്കാൻ നോക്കുകയാണ്. ആ ഒതുക്കി തീർക്കല് ഇപ്പൊ 1-2 ദിവസത്തിനകം ബാക്കിയുള്ളവരും കൂടിയൊക്കെ പുറത്തിറങ്ങുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും. അത് ഈ മീഡിയ ഒക്കെ പതുക്കെ അത് പുറത്ത് കൊണ്ടുവന്ന് തുടങ്ങി. ജനങ്ങൾക്ക് ഇത് മനസ്സിലായി തുടങ്ങി എവിടേക്കാണ് ഇതിന്റെ പോക്ക് എന്നുള്ളത്. ഹൈക്കോടതി ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ആവുന്നത്ര നല്ല വിദഗ്ധമായി അന്വേഷണ സംഘത്തെ നിയന്ത്രിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് ഒതുക്കാൻ നോക്കുന്നു എന്നുള്ളതാണ് പുതിയ സംഭവവികാസം. അതിനെതിരായിട്ടാണ് ഞങ്ങളുടെ ഇന്നത്തെ രൂക്ഷമായ സമരം. അതാണ് ഇവിടെ പറയുന്നത്. ഈ ധവളപത്രം ഇറക്കണം, കഴിഞ്ഞ ബജറ്റിനെ കുറിച്ചൊരു ധവളപത്രം KN ബാലഗോപാൽ ഇറക്കണമെന്ന് പറയുമ്പോൾ അത് സഭയിൽ ചർച്ച ചെയ്യാനുള്ള ഒരു സാഹചര്യം പ്രതിപക്ഷം സൃഷ്ടിക്കുന്നു. ഈ സഭയിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം ഈ ബജറ്റിന് ഒരു ഇമ്പാക്റ്റും ഇല്ല. ഈ ബജറ്റ് അല്ലല്ലോ അടുത്ത സാമ്പത്തിക കേൾക്ക് അടുത്ത സാമ്പത്തിക വർഷം ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ്? ഇവിടെ നടപ്പാക്കാൻ പോകുന്ന ഏത് ബജറ്റാ?
റിവ്യൂ ചെയ്യാൻ പോകുന്ന റിവൈസ്ഡ് ബജറ്റാണ് അടുത്ത സാമ്പത്തിക വർഷം നടപ്പാക്കാൻ പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ ബാലഗോപാൽ ഇപ്പോ ഗവൺമെന്റിൽ വന്നല്ലോ, ഈ 2021 ഐസക് ഒരു ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ബജറ്റ് അല്ലല്ലോ ഇവിടെ നടപ്പാക്കിയത്, ആണോ? ബാലഗോപാൽ ഒരു റിവൈസ്ഡ് ബജറ്റ് അവതരിപ്പിച്ചല്ലോ. അടുത്ത ഗവൺമെന്റ് വരുമ്പോ അടുത്ത ഗവൺമെന്റിന്റെ ധനകാര്യമന്ത്രി അവതരിപ്പിക്കുന്ന റിവൈസ്ഡ് ബജറ്റാണ് അടുത്ത സാമ്പത്തിക വർഷം നടപ്പാക്കാൻ പോകുന്നത്. ഒരു കാര്യമില്ല ഇതിൽ. അതിനേക്കാൾ പ്രധാനമാണിത്. അല്ല സാർ, അതല്ല ചോദ്യം. കഴിഞ്ഞ വർഷത്തെ ബജറ്റ് അല്ല, ഞങ്ങളുടെ സ്റ്റാൻഡ് ആ എത്തിക്സ് കമ്മിറ്റിക്ക് ഒരു കോമ്പിറ്റൻസും ഇല്ല, ആവശ്യമില്ലാത്തൊരു പ്രീസിഡൻസ് ഉണ്ടാക്കാൻ പാടില്ല. ആ പരാതി പോലും മെയിൻറ്റെയിനബിൾ അല്ല. സഭയിൽ ചർച്ച ചെയ്യണമെന്നാണ് ആ പരാതിയിൽ പറയണത്. അതായത് ഏതെങ്കിലും ഒരു കേസിൽ ഏത് MLA ആയിക്കോട്ടെ, ഇപ്പൊ എത്ര പേരുണ്ട് MLA കേസിൽ പ്രതികളായിട്ടുള്ളവർ ഇല്ലേ? മുകേഷ് MLA ഒരു റേപ്പ് കേസിൽ പ്രതിയല്ലേ, അല്ലെ? കേസിൽ പ്രതികളായിട്ടുള്ള MLA എത്തിക്സ് കമ്മിറ്റി കൂടി ഡിസ്ക്വാളിഫൈ ചെയ്യണം എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അതിനുള്ള അധികാരം എത്തിക്സ് കമ്മിറ്റിക്കും ഇല്ല, നിയമസഭയ്ക്കും ഇല്ല, കോമ്പിറ്റൻസി ഇല്ല. അപ്പൊ ഒരു ആവശ്യമില്ലാത്ത പ്രീസിഡൻസ് ഉണ്ടാക്കാൻ പാടില്ല. അത് ഈ ഒരു സിംഗിൾ കേസിൽ ഉള്ള നിലപാടല്ല, പൊതു നിലപാടാണ് ഞങ്ങൾക്ക്. അത് അവർ ആർക്കെതിരെ വേണമെങ്കിലും കേസെടുത്ത് അയാളെ നിയമസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് എത്തിക്സ് കമ്മിറ്റിയിൽ ഭൂരിപക്ഷം ഉണ്ടാക്കി പാസ്സാക്കിയിട്ട് സ്പീക്കർ അത് പാർട്ടിക്കാരനാണെങ്കിൽ പുറത്താക്കാമല്ലോ. അത് ഒരിക്കലും വരാൻ പാടില്ലാത്തൊരു പ്രീസിഡന്റ് ആണ്, ഒരിക്കലും വരാൻ പാടില്ല. അക്കാര്യത്തിൽ ഞങ്ങളുടെ ഉറച്ച തീരുമാനമാണ്. പാലക്കാട് MLA കാര്യത്തിൽ ഞങ്ങൾ സംഘടനാപരമായ തീരുമാനം, ശക്തമായ തീരുമാനമെടുത്ത് അദ്ദേഹത്തെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. പക്ഷെ നിയമസഭാംഗത്വം പ്രതിയായ ഒരാളുടെ നിയമസഭാംഗത്വം കളയാൻ പാടില്ല. ഇപ്പോ കൺവിക്ട് ചെയ്തു ആന്റണി രാജുവിന്റെ, അപ്പോ നിയമമുണ്ട് അത് കളയാൻ, നിയമമുണ്ട്, സുപ്രീം കോടതി വിധിയുണ്ട്, അല്ലാതെ നിയമമുണ്ട്. ഒരു കേസിൽ പ്രതിയായി എന്നതിന്റെ പേരിൽ ഒരു MLA എല്ലാ MLA കേസിൽ പ്രതിയല്ല, ഏതെങ്കിലും കേസിൽ പ്രതിയല്ല എല്ലാ MLA. അപ്പൊ എല്ലാവരെയും ഡിസ്ക്വാളിഫൈ ചെയ്യുക, അത് അല്ലെ? നമ്മളെല്ലാം പ്രതികളാ, ഞാനടക്കം ഞങ്ങളെല്ലാം ഓരോ കേസിൽ പ്രതികളാ. MLA കോടതി പോയി കൊച്ചിയിൽ അന്വേഷിച്ചാൽ എല്ലാ MLA കേസിൽ പ്രതിയല്ല. ഏത് കേസിൽ പ്രതിയായാലും അവരെ നീക്കം ചെയ്യണമെന്നൊരു ഭരണമുന്നണി തീരുമാനിച്ചാൽ പ്രതിപക്ഷം അല്ല, ഏത് കേസായാലും അപ്പൊ മുകേഷിന്റെ കാര്യത്തിൽ എന്താ ചെയ്യാറുണ്ട്? അല്ലല്ല, അതൊന്നും നിയമസഭയ്ക്ക് ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി ഇല്ലാത്ത അധികാരം എങ്ങനെ പ്രയോഗിക്കണം? അത് ആവശ്യമില്ലാത്ത പ്രീസിഡന്റ് ആവാൻ പാടില്ല. ആരുടെ കേസാണ്? അല്ലല്ല, അതൊക്കെ പിന്നീട് സംസാരിക്കും. വേറെ എന്തെങ്കിലും അതിപ്പോ ഞാൻ വ്യക്തമാക്കിയത് കേട്ടില്ലേ? SIT-യിലെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുന്നു. കേസ് അന്വേഷണം മന്ദഗതിയിലായി. കേസിലെ പ്രതികൾ ഒന്നൊന്നായി. സുപ്രീം കോടതി വരെ ജാമ്യം കൊടുക്കാത്ത കേസാ. എന്തിനാണ് ഇങ്ങോട്ട് ജാമ്യം? അയ്യപ്പന്റെ സ്വർണം കെട്ടിട്ട് ജാമ്യത്തിൽ വരുന്നോ എന്ന് CPM നേതാക്കളോടാണ് ചോദിച്ചത് സുപ്രീം കോടതി. എന്നിട്ട് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ജാമ്യം കൊടുക്കാത്ത പ്രതികൾക്ക് സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടിയവർ പുറത്തിറങ്ങാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത ആരാ? SIT ആണ് ഉണ്ടാക്കി കൊടുത്തത്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശാനുസരണം. അതാണ് ഞങ്ങളുടെ നിലപാട്. SIT-യിൽ പൂർണ്ണമായ തൃപ്തി കോടതി രേഖപ്പെടുത്തി 3 ഉദ്യോഗസ്ഥരെ അനധികൃതമായി നിയമിച്ചു എന്ന വാദം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനധികൃതമായി ഇടപെട്ടെന്ന് ആ വാദം പൂർണ്ണമായി തള്ളിയ ശേഷം SIT-യിൽ പൂർണ്ണമായി തൃപ്തി രേഖപ്പെടുത്തി അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ആർക്കെതിരെയാണ്, എന്ത് പ്രകസനമാണെന്നാണ് ഭരണപക്ഷം പ്രതിപക്ഷത്തോട് ചോദിക്കുന്നത്. ഒപ്പം തന്നെ കേന്ദ്ര ബഡ്ജറ്റ്, സംസ്ഥാന ബഡ്ജറ്റ്, ഇതുപോലത്തെ കാര്യങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം സഭയിൽ അവതരിപ്പിക്കണ്ടേ? ജനത്തിന് കേൾക്കാനുള്ള ആഗ്രഹമില്ലേ? ഒരുപാട് ചോദ്യം ചോദിച്ചു. ഞാൻ ഒരു ചോദ്യത്തിന് മറുപടി പറയാം. കോടതി തന്നെയാണ് ഞാനിവിടെ വായിച്ചത്. കോടതിയുടെ ഒരു വിധി പറയട്ടെ. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ടു നോട്ട് ദാറ്റ് ദിസ് കോർട്ട് ഫൗണ്ട് laxity in investigation during the period between 5/12/25 and 19/12/25 and the same was pointed out in the earlier bail order also. പിന്നെയുണ്ട് വേറെ നിങ്ങൾ തന്നെയൊക്കെ റിപ്പോർട്ട് ചെയ്തത്. ഗുരുതര വീഴ്ച, ജനങ്ങൾക്ക് സംശയം തോന്നും. ഹൈക്കോടതി കുറ്റപത്രം നൽകാത്തതിനാലാണ് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുന്നതെന്നും ഇത് പൊതുജനങ്ങളിൽ സംശയമുണ്ടാക്കുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. ആരായാലും കോടതിയല്ലേ, കേരള ഹൈക്കോടതിയല്ലേ പറഞ്ഞത്. അവര് ചോദിക്കുന്നതിന് മറുപടി പറയട്ടെ, നിങ്ങൾ മാത്രം പറഞ്ഞാൽ പോലെ. അല്ലല്ല, ഞാൻ ഹൈക്കോടതിയല്ലേ, ഞാൻ കേരള ഹൈക്കോടതിയുടെ വിധിയാണ്. കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണമാണ്. ഇവര് അന്വേഷണത്തിൽ ലാക്സിറ്റി ഉണ്ടെന്നും ഇവര് മന്ദഗതിയിലാക്കിയതുകൊണ്ടാണെന്നും ഇവർക്ക് സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ കിട്ടുന്നതെന്നൊരു കോടതിയാണ്. കോടതി വിധി ഞാൻ ആവർത്തിച്ചു പറഞ്ഞത് ലാക്സിറ്റി ഉണ്ടെന്ന്.
ഹൈക്കോടതി, കേരള ഹൈക്കോടതി പറഞ്ഞ കാര്യമാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ, 1 മാസം 9 ദിവസവും ചെന്നൈയിലേക്ക് ദ്വാരപാലക ശില്പം കൊണ്ടുപോയി. അത് വ്യാജനം ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത സമയമെന്ന് പറഞ്ഞു. ഹൈക്കോടതി പറഞ്ഞല്ലോ, വ്യാജനം ഉണ്ടാക്കി അത് കോടീശ്വരന് വിറ്റു എന്ന് കോടതി പറഞ്ഞില്ലേ? കോടതി പറഞ്ഞില്ലേ വിറ്റു എന്ന്? കോടതി അത് ശരിവെക്കുകയും ചെയ്ത്. അതായത് ഒറിജിനൽ ഇവിടെ കോടീശ്വരന് വിറ്റിട്ട് വ്യാജ ചെമ്പുപാളി ഉണ്ടാക്കിയിട്ടാണ് സ്വർണം പൂശാൻ കൊണ്ടുപോയത്. എത്ര കൊടും ക്രൂരകൃത്യമാണ്! എന്ത് കൊള്ളയാണത്! ഒറിജിനല് വിറ്റിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപയ്ക്ക്. വെറും സ്വർണ്ണമല്ല വിറ്റിരിക്കുന്നത്, കോടിക്കണക്കിന് രൂപയ്ക്ക് ഒറിജിനൽ വിറ്റിട്ട് വ്യാജനം ഉണ്ടാക്കിയിട്ട് വ്യാജ ചെമ്പുണ്ടാക്കിയിട്ട് അത് പൂശാൻ കൊണ്ടുപോയി. ഞങ്ങൾ പറഞ്ഞു, കോടതിയും പറഞ്ഞു, കോടതി അത് ശരിവെച്ചു. 2 പ്രാവശ്യം കോടതിയുടെ ഓർഡർ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, സഭയിൽ പ്രതിപക്ഷം വെല്ലിലിറങ്ങുന്നത് ആദ്യമായിട്ടാണ്. ഈ സഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കുറവ് വെല്ലിലിറങ്ങിയിട്ടുള്ള പ്രതിപക്ഷമാണ് ഞങ്ങൾ. നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങിയിരിക്കുന്ന ആളുകളാണ് അപ്പുറത്തിരിക്കുന്നത്. ആണല്ലോ, അപ്പുറത്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ അപ്പുറത്തിരിക്കുന്ന ആളുകൾ. അവർ ഉണ്ടാക്കിയ ഒരു അക്രമവും ഞങ്ങൾ ചെയ്തില്ലല്ലോ. ഞങ്ങൾ സമാധാനപരമായ സമരമാണ്. ബാനർ പിടിക്കുന്നത് ആദ്യമായിട്ടാണോ നിയമസഭയിൽ? ആണോ? ബാനർ കൊണ്ടുവരുന്നത്, പ്ലക്കാർഡ് കൊണ്ടുവരുന്നത് ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണോ? ഞാൻ പിണറായി വിജയൻ ഇരിക്കുന്ന സീറ്റിന്റെ മുമ്പിൽ പ്ലക്കാർഡ് വെച്ചിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം, ഫോട്ടോ. അന്ന് നിങ്ങളൊക്കെ കയറും അവിടെ. ഇപ്പൊ നിങ്ങൾക്ക് കയറാൻ പറ്റില്ല, അവിടെ നിന്ന് തന്നെ പടം മാത്രമേ പുറത്തേക്ക് വന്നുള്ളൂ. മനസ്സിലായില്ലേ? പണ്ട് എല്ലാവരും കയറും. പിണറായി വിജയൻ ഇരിക്കുന്ന സീറ്റിന്റെ മുമ്പിൽ പ്ലക്കാർഡ് വെച്ചിട്ട് ഞാൻ പടം കാണിച്ചു തരാം. എത്രയോ പടങ്ങൾ. ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്ന പോലെയാണ്. പിന്നെ നിയമസഭയിൽ ഒരു പ്രീസിഡൻസ് ഉണ്ട്. സഭയിൽ ഒരു ബഹളം ഉണ്ടായാൽ സ്പീക്കർ സഭാ നടപടികൾ നിർത്തിവെച്ച് ഭരണകക്ഷിയെയും പ്രതിപക്ഷ നേതാക്കളെയും വിളിക്കും. എന്നിട്ട് ചർച്ച ചെയ്ത് തീർക്കാൻ ശ്രമിക്കും. മുഖ്യമന്ത്രി വരൂല ആ ചർച്ചയ്ക്ക്. മുഖ്യമന്ത്രിയെ ഭയന്നിട്ടാണ് സ്പീക്കർ ആ ചർച്ചയ്ക്ക് വിളിക്കാത്തത്. ആ ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല. അപ്പൊ പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കുകയാണ്. വാച്ച് ആൻഡ് വാർഡിന് വേണ്ടി ഞങ്ങളുടെ ബാനർ പിടിച്ചു വാങ്ങുകയാണ്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ പ്രതികരിക്കും. അപ്പോഴും ഞങ്ങൾ ഒരു അക്രമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചു. അതെങ്ങനെ? അപ്പൊ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പറയുന്നത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെതിരെയാണോ പറഞ്ഞത്? അതാണോ മുഖ്യമന്ത്രി പറയുന്നത്? ആണോ? അത് അദ്ദേഹത്തിന്റെ നിയമപരമായ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പഠിക്കാത്തതുകൊണ്ടാണ്. അല്ലല്ല, ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചാണ് SIT-യെ വിമർശിച്ചത്. SIT-യെ വിമർശിച്ചത് ഞങ്ങൾ വിമർശിക്കും. ഞങ്ങൾ കോടതിയുടെ പ്രതിപക്ഷം എന്താണ് പറയുന്നതെന്ന് കോടതിയല്ലല്ലോ തീരുമാനിക്കേണ്ടത്, ഞങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. ഞങ്ങളുടെ അജണ്ട. ഇപ്പൊ ഞാൻ കോടതിക്കെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ അന്ന് പറഞ്ഞു. കാരണം എന്താണെന്നറിയോ? ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കൊടുത്തപ്പോ, പൊതു താല്പര്യ ഹർജി കൊടുത്തപ്പോ അത് വായിച്ചു പോലും നോക്കാതെ കോടതി പറഞ്ഞു ഇത് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു? വായിച്ചു നോക്കിയിട്ട് ഫയലിൽ സ്വീകരിച്ചു. പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണ് ഈ ഫയലിൽ സ്വീകരിക്കുന്നതിന്. അപ്പൊ ഞാൻ പറഞ്ഞു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഹൈക്കോടതിയുടെ മുമ്പിൽ ഒരു മൈക്ക് വെച്ച് കെട്ടി പ്രസംഗിച്ചാണ്. അതിനല്ലല്ലോ കോടതിയിൽ പെറ്റീഷൻ കൊടുത്തത്. ഒന്ന്. അപ്പൊ ഇന്ന് നിയമമന്ത്രിയും എല്ലാവരും അത് ആവർത്തിച്ച് CPM സൈബറൊക്കെ എന്നെ അറ്റാക്ക് ചെയ്യുക. അപ്പൊ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാണ്. SNC ലാവ്ലിൻ കേസ് CBIക്ക് വിട്ടൊരു ചീഫ് ജസ്റ്റിസ് ഉണ്ടായി, VK ബാലി. ആ VK ബാലിക്കെതിരായി ബാലിയെ നാട് കടത്തുക എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിലേക്ക് പ്രകടനം നടത്താൻ DYFIക്കാരെയും SFIക്കാരെയും വിട്ട മുഖ്യമന്ത്രിയാണ് ആ കസേരയിലിരിക്കുന്നത്. അന്നത് എറണാകുളത്ത് DYFIക്കാരുടെയും SFIക്കാരുടെയും ബാലി കോലി നാടുവിടു എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ച നിയമമന്ത്രി ആളാണ്. CPM നേതാവാണ്. നിയമമന്ത്രിയായിട്ട് ആ കസേരയിൽ ഇരുന്നിട്ട് ഞാൻ ചീഫ് ജസ്റ്റിസിനെ വിമർശിച്ചു എന്ന് പറഞ്ഞത്. എന്നെ കൊണ്ട് പറയിക്കല്ലേ. ബാലി കോലിന്ന് ചീഫ് ജസ്റ്റിസിനെ SNC ലാവ്ലിൻ കേസ് CBIക്ക് വിടാൻ തീരുമാനമെടുത്ത ചീഫ് ജസ്റ്റിസിനെ നാട് കടത്തുക എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കാനും ആ സമരം സംഘടിപ്പിക്കാൻ വേണ്ടി മുൻകൈയെടുത്ത സംഘാടകൻ നിയമമന്ത്രിയുടെ കസേരയിൽ വന്നിട്ട് പറയാണ് പ്രതിപക്ഷ നേതാവ് ഹൈക്കോടതിയെ അധിക്ഷേപിച്ചു. അന്വേഷണം വഴിമുട്ടിയ നിലയിലാണെന്നും പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി പോലും ജാമ്യം കിട്ടി പുറത്തിറങ്ങാൻ പോകുന്നു. പ്രതികൾക്ക് പുറത്തിറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണെന്നും സഭാ നടപടികളുമായി സഹകരിക്കുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. എന്നാൽ പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമാണെന്നും സഭയിൽ അതിക്രമം കാണിക്കുകയാണെന്നും മന്ത്രി MB രാജേഷ് വിമർശിച്ചു. എല്ലാവരെയും അധിക്ഷേപിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് ഉള്ളതെന്നും ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് പ്രതിപക്ഷം നടത്തുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. പ്ലക്കാർഡുകളുമായി സഭയുടെ നടുത്തളത്തിലിറങ്ങി നിന്നാണ്
പ്രതിഷേധം നടത്തിയത്. സ്പീക്കർ AN ഷംസീറിന്റെ മുഖം മറച്ചുകൊണ്ട് ബാനർ വലിച്ചുയർത്തുകയും ചെയ്തു. സ്വർണം കട്ടതാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്നെഴുതിയ ബാനറാണ് പ്രതിപക്ഷം ഉയർത്തിയത്. പ്രതിഷേധത്തിനിടയിലും സഭയിൽ ചോദ്യോത്തരവേള പുരോഗമിച്ചിരുന്നു. സ്വർണ്ണക്കൊള്ളയിലെ